പാകിസ്ഥാന് തുർക്കി വഴി ഒരു പണി വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളാണ് കിട്ടുന്നത്. ആദ്യ അടി ഖത്തറിന് കൊടുത്ത ഇസ്രയേൽ ഇനി അടുത്തടിക്കാൻ പോകുന്നത് തുർക്കിയെയാണ്. കാരണം നിരന്തരമായ മുന്നറിയിപ്പ് നൽകിയിട്ടും തുർക്കി ഈ പറയുന്ന കാര്യങ്ങളൊന്നും മൈൻഡ് ചെയ്യാതെ ഈ പ്രോക്സികളെ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തായാലും അത് നടപ്പില്ല. വാണിംഗ് ആദ്യഘട്ടത്തിൽ തന്നെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അടിയാണ് എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നയം. ശരിക്കും അടികൊള്ളാനുള്ള വേലയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ ഈ തുർക്കി? ഉണ്ട്. പുള്ളി ഖലീഫയാവാൻ നടക്കുന്ന ആളാണ്. നമ്മുടെ ഇന്നത് ഖലീഫയാവാൻ നടക്കുന്ന ആളും ഖലീഫ എത്രയും പെട്ടെന്ന് ആക്കാൻ നടക്കുന്ന ആളും ഖലീഫ ആകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾ തുർക്കി. ഈ ഖലീഫയെ എത്രയും പെട്ടെന്ന് ലോകക്രമത്തിൽ ഉണ്ടാക്കണം എന്നുള്ള ഒരാളാണല്ലോ പാകിസ്ഥാൻ. ഇവന്മാർ രണ്ടുപേരും ഇന്നലെ അവിടെ ചെന്ന് മെഴുകിയിട്ടുണ്ട്. ആദ്യമേ ഇവിടെ നീ ഖത്തറിനെ കയറി അടിച്ചതിനകത്ത് ആദ്യമേ ചെന്ന് ഇവിടുന്ന് വിമാനം എടുത്തങ്ങ് ചെന്നായിരുന്നു പാകിസ്ഥാനിൽ നിന്ന്. എനിക്കൊന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയാണോ പ്രസിഡന്റ് ആണെന്ന് അവിടെ ചെന്ന് ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചു. GCC രാജ്യങ്ങളെ വിളിച്ചു കൂട്ടുന്നതിനകത്ത് കൂടുതൽ താല്പര്യം എടുത്തു. അതിനുശേഷം ഈ സംസാരം വന്നു. ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ചു എന്നാണ് പാകിസ്ഥാൻ സംസാരിച്ചു. ഇത് ശരിയല്ല. പാകിസ്ഥാന്റെ അടുത്ത് ഇസ്രായേലി ചോദിച്ചു, ഇയാൾക്ക് ഇതിനകത്ത് എന്താ കാര്യം? നീ ലോകത്ത് മൊത്തം ഈ പറയുന്നത് പോലെ ഭീകരവാദം തീവ്രവാദം പ്രവർത്തിക്കാൻ നടക്കുന്നു. എന്തെല്ലാം കാര്യങ്ങൾ ലോകത്ത് ചെയ്തേക്കുന്നു. അൽഖ്വയ്ദ ആയാലും കൊള്ളാം, മറ്റ് പല ഭീകര സംഘടനകളെല്ലാം പ്രൊമോട്ട് ചെയ്ത് പല കാര്യങ്ങളും ചെയ്യുന്നു. ഇയാൾക്ക് ഇത് പറയാൻ കാര്യം എന്തോന്ന് പറയുമ്പോൾ വായടക്കും. മറ്റേ തുർക്കി എന്ന് പറയുന്ന ആള് പറഞ്ഞതുപോലെ തിരിച്ചടിച്ച് നോക്കത്തുള്ളൂ, നമ്മൾ ഇങ്ങനെ നിന്നാ നോക്കത്തില്ല, നമുക്ക് നാളെ കാലത്തെ വേറെ GCC രാജ്യങ്ങളുമായിട്ടൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് പുള്ളി അവിടെ വലിയ സംസാരമായിരുന്നു. ഏതായാലും ഇസ്രായേൽ ചോദിച്ചു, ഇയാള് തുർക്കിയൊക്കെ നാറ്റോ രാജ്യമാണ്. ഇസ്രായേൽ ചോദിച്ചു, നേരത്തെ ഈ അഫ്ഗാനിസ്ഥാൻ ഒരു ബില്ലാദൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അവനെ അഫ്ഗാനിസ്ഥാനിൽ ഇരുന്നോണ്ടാണ് അടിച്ചത്. അമേരിക്ക കയറി തിരിച്ചടിച്ചപ്പോൾ ഇയാളെല്ലാം ശരിയാ പറഞ്ഞ ശരിയാ, അതൊക്കെ ഞാൻ ചെയ്തുള്ളൂ. ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ എന്റെ രാജ്യത്ത് കടന്നു കയറിക്കുന്ന ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ അല്ലെങ്കിൽ നശിപ്പിക്കാൻ ഇപ്പോഴും അവരെ അവിടുന്ന് ഉന്മൂലനം ചെയ്യാൻ നിൽക്കുക. അവിടെ ഇപ്പോഴും ആ പ്രദേശം മൊത്തം അരിച്ചു പടക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസവും യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, കരയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ പിടിച്ചു നിൽക്കാൻ വേണ്ടി, ആ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഈ പ്രോക്സികൾ നിൽക്കുമ്പോൾ അതിന്റെ പ്രോക്സികളെ കൊണ്ടുവന്ന് ഇവിടെ 7 സ്റ്റാർ ഹോട്ടലും 7 സ്റ്റാർ പാർപ്പിടവും അല്ലെ എല്ലാ സംവിധാനവും കൊടുത്ത് ഇവിടെ നിന്ന് യുദ്ധം ചെയ്യുക. അവനെ ഞങ്ങൾ അയച്ച് അതിന്റെ തപ്പ അതിനകത്ത് ബില്ലാദനും ഈ ഹമാസിന്റെ നേതാവും തമ്മിൽ വ്യത്യാസമല്ലോ ഉണ്ട്. അമേരിക്ക ചെയ്തപ്പം ശരി ഞങ്ങൾ ചെയ്യുമ്പോൾ തെറ്റ് ഞങ്ങൾ ഇനി ആയാലും ചെയ്യും, അതേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സംസാരമൊക്കെ നടന്നിട്ട് കമ്മിറ്റിയൊക്കെ കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. ഞങ്ങളൊക്കെ വാർത്ത കണ്ടു കാണുമല്ലോ, കമ്മിറ്റിയൊക്കെ കൂടി. GCC രാജ്യങ്ങളുടെ കൂട്ടായ്മ കൂടി. എന്തോ കൂടുമെന്നായി പറയുന്നത് എന്റെ പ്രിയ. ഞാനൊരു കാര്യം ഞാൻ പറയാം, എന്തോ കൂടുമെന്ന് എവിടെ കൂടുമെന്നാ പറയുന്നത്. ഇവന്മാര് ഈ പണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് കൂടി അവസാനം കൂടിയിട്ടൊരു കാര്യമില്ലെന്ന് കണ്ടിട്ട് നിർത്തി വെച്ചാ ഞങ്ങളെ ആരെങ്കിലും അടിച്ചാല്. കാരണം ഇവർക്ക് ഈ പറയുന്നത് പോലെ സൈനിക ബലവും കാര്യങ്ങളും ഒന്നുമില്ല. അമേരിക്കയെ അടിമ രാജ്യങ്ങളായിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഇവരുടെ രാജ്യത്തെ ഈ പറയുന്ന പ്രോക്സികൾ ആക്രമിക്കായിരിക്കും. ഇവന്മാര് ഇപ്പം ഈ പ്രശ്നം നടക്കുന്നതുകൊണ്ടാണല്ലോ ഇസ്രായേലിന്റെ പുറത്തോട്ട് എല്ലാവരും സമ്മേളനം കൂടാൻ നിൽക്കുന്നത്. അല്ലാത്ത സമയത്ത് ഷിയാ സുന്നി അടിയ ആ സമയത്ത് ഈ ഷിയ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഈ എത്ര വേണ്ടി ഈ പറയുന്ന മറ്റു രാജ്യങ്ങൾ കയറി യുദ്ധം അല്ലെങ്കിൽ കൊലയും അറിയാമല്ലോ. നേരത്തെ സൗദി അറേബ്യയിലും അല്ലെ പലയിടത്തും ഒക്കെ ആ ഷിയ ആധിപത്യത്തിന് വേണ്ടി സുന്നികളെ കൊന്നുകളും ഉള്ള ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നിട്ടുണ്ട് ഇറാൻ രാജ്യം. അപ്പൊ അന്നേരമൊക്കെ ഈ പറയുന്നത് പോലെ ഈ രാജ്യങ്ങളെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഹൂത്തികളും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ സൈനിക താവളത്തിന് അനുവാദം അവിടെ കൊടുത്തിരിക്കുന്നതും അവനെ കാശ് കൊടുത്ത് വീട്ടിപ്പോറ്റുന്നതും ഒക്കെ എന്തിനാ? ആ രാജ്യത്തിനകത്ത് പ്രതിരോധ സംവിധാനത്തിന് ഉതകുന്ന കാര്യങ്ങളില്ല, അല്ലെങ്കിൽ അത്തരത്തിലേ ഉള്ളൂ. അവരെല്ലാം കൂടെ കമ്മിറ്റി കൂടിയിട്ട് ഇവിടെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട്, GCC രാജ്യങ്ങളെല്ലാം കൂടെ നാട്ടെ കൂടി ഭയങ്കര വിഷയമാകും, ഇനി ആയുധപ്പുരകൾ തുറന്നു പൊടി തട്ടി എടുക്കുന്നു. എന്തോ തുറന്നാ പൊടി തട്ടി എടുക്കുന്നു? എന്തോ ഇരുന്നിട്ടാ പൊടി തട്ടി എടുക്കുന്നത്? ഇസ്രായേലിന്റെ കൂട്ട് രാജ്യം. നമ്മൾ ഇസ്രായേലിന്റെ നമുക്ക് അറിയാം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ പലവട്ടം സഹായിച്ചിട്ടുള്ള രാജ്യം അറിയില്ല. നമുക്ക് ഇസ്രായേലിന്റെ കാര്യം കൂടുതൽ വലിപ്പത്തിൽ പറഞ്ഞാൽ എന്റെ അമ്മാന്റെ പോലെ വല്ല വന്നെ തന്നെയാകും. ഒന്നുമല്ല. ഇസ്രായേലിന് അവരുടെ നിലനിൽപ്പിന് വേണ്ടി നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്റെ പൊന്നു പ്രിയ. ഇത് ഉണ്ടായ കാലം തൊട്ട് അവര് ഫൈറ്റ് ചെയ്താ നിൽക്കുന്നേ. കഴിഞ്ഞ ദിവസം നെതന്യാഹു പറഞ്ഞു, ഞങ്ങൾക്ക് പല രാജ്യങ്ങൾക്കും ആയുധം താത്തുവെക്കാം, ഞങ്ങൾക്ക് ആയുധം താത്തുവെക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അന്ന് ആ രാജ്യമില്ല. അങ്ങനെ ഓരോ ദിവസവും ആ നടന്നു പോകുന്നതും സ്കൂളിൽ പിള്ളേരെ കൊണ്ടുവിടാൻ പോകുമ്പോഴും അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകുമ്പോഴും ജോലിക്ക് പോകുമ്പോഴും സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ തോളിൽ തോക്ക് വിട്ടുകൊണ്ട് നടന്ന് ആ രാജ്യത്തെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന രാജ്യം വട്ടം നിൽക്കോ അടിക്കാൻ. അറിയാവോ? വട്ടം നിൽക്കോ അടിക്കാൻ.
48 ഈജിപ്തിന്റെ കെയർ ഓഫിൽ. അന്ന് ഈ ഈജിപ്ത് ഇപ്പോഴാണല്ലോ ശകലം സാമ്പത്തിക പ്രതിസന്ധി വന്നു. ഈജിപ്ത് ആയിരുന്നു ഏറ്റവും വലിയ രാജ്യത്തിന്റെ കെയർ ഓഫിൽ അടിച്ചു. 7 രാജ്യം ഈ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടെ അന്ന് വരെ അടിച്ചു ചുട്ടിയതാ. അതിനുശേഷം 67 വീണ്ടും അടിച്ചില്ലേ വലിയ യുദ്ധം, അന്ന് വരെ അടിച്ചു. അപ്പൊ അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധ. അപ്പൊ അവര് ചെയ്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഞങ്ങൾ കയറി അടിക്കും. അപ്പൊ ഇതിനകത്ത് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഈ മൊസാദ് ഈ ഒരു ഓപ്പറേഷനകത്ത് ഇടപെട്ടില്ലായിരുന്നു എന്നുള്ള വാർത്ത. ഏതായാലും അവരുടെ ഓപ്പറേഷൻ പൂർണ്ണമായിട്ടില്ല. 4-5 പേർ, കുറച്ച് പേര് മരിച്ചു. പക്ഷെ ലക്ഷ്യം വെച്ചവര് ഒരിക്കലും ലക്ഷ്യം നടക്കാതെ പോകുന്ന ഒരു ഓപ്പറേഷൻ ഈ പറയുന്ന ഇസ്രായേലിന് ഇല്ല. കഴിഞ്ഞ ദിവസത്തെ ആ ഓപ്പറേഷനകത്ത് അവർ ഉദ്ദേശിച്ച ആളിനെ കിട്ടിയില്ല. അവർ പറഞ്ഞു ഇനി അവിടെ ഇരിപ്പുണ്ടോ. അന്നേരം ഇവര് പറഞ്ഞു ഞങ്ങള് അവിടെ ഇരിപ്പുണ്ട് ഇനി അടിക്കും. എടാ ഹമാസുകാരൻ ഇവിടെ ഇരിപ്പുണ്ടെന്ന് വീമ്പിളക്കുന്നത് ഇരിപ്പുണ്ട്, ഇരിക്കുന്നിടത്ത് കയറി അടിക്കും. അതിന് തർക്കമൊന്നുമില്ല. ഇപ്പൊ തന്നെ തുർക്കി ഇത് കഴിഞ്ഞതിന് ശേഷം തുർക്കിയെ പലവട്ടം നോട്ടം വെച്ചിരുന്നത് പാകിസ്ഥാൻ അവരുടെ കണ്ണിലൊക്കെ. കാരണം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ചോദിച്ചതാ ഞങ്ങൾ അവൻ കൈകാര്യം ചെയ്തിട്ട് പോട്ടെ, നന്ദി ആണവായുധം വെച്ചുകൊണ്ട് അവനെ അന്നേ ഇസ്രായേൽ ഇവനെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അന്ന് ഇവിടെ വന്ന് പറയാൻ ഞങ്ങളുടെ 2 വിമാനം ഇവിടെ ഇറക്കി അവിടെ നിന്ന് ഹോൾഡ് ചെയ്യും, വിമാനം ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പറക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അന്ന് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ കൂടെ നട്ടലിന് ബലമുള്ള അല്ലെങ്കിൽ ഉള്ള ആൾക്കാരൊന്നും ഇല്ലല്ലോ. ചില കാര്യത്തിനകത്ത് ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു കുറച്ചെങ്കിലും, ആരാ, ഈ ഇന്ദിരാഗാന്ധി. അവരെ കൈകാര്യം ചെയ്ത് കൊടുത്തു. അപ്പം അന്ന് പിന്നെ ഇന്ദിരാഗാന്ധി ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇന്ദിരാഗാന്ധിയാന്ന് തോന്നുന്നു, ആരായാലും അന്ന് ആ തീരുമാനം എടുത്തില്ല. അന്നേ പറഞ്ഞാ ഞങ്ങൾ ഇവിടെ അന്ന് കൈകാര്യം. അപ്പൊ അന്ന് തൊട്ടേ നോട്ടം വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഇറാനിന്റെ അടുത്ത് നിൽക്കുന്ന ഇറാനുമായിട്ടുള്ള അറിയാമല്ലോ, ഇറാനാണല്ലോ ഈ പ്രോക്സികളെ വെച്ചിട്ട് ഇസ്രായേലിനെ തീർത്തും അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു സഹായം വേണ്ട തരത്തിലൊക്കെ ഇറാനും പാകിസ്ഥാനും പലവട്ടം ഉടക്കുണ്ടെങ്കിൽ ഇസ്രായേലിനെ അടിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്നതായിട്ടൊക്കെ ഉള്ള രീതിയുണ്ട്. അപ്പം ഈ ഇവരും കയറി ഐക്യരാഷ്ട്ര സഭയിലൊക്കെ വർത്താനം പറഞ്ഞു, അല്ലെങ്കിൽ ഇതിന് ശേഷം അവിടെ ചെന്ന് സംസാരിക്കുന്നു, നമുക്ക് ഒന്നിച്ച് നിൽക്കണമെന്ന് പറയുന്നതെല്ലാം കൂടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇയാൾക്ക് ഇപ്പൊ കിട്ടും. ഇയാളുടെ ഇത് പലവട്ടം പറഞ്ഞിട്ടുള്ളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇസ്രായേൽ പലവട്ടം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇയാൾ നാറ്റോ രാജ്യം, അതുകൊണ്ട് അവനെ പെൻഡിങ് വെച്ചിരുന്നത്. പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇവന് ഹമാസ് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, ഹൂത്തികൾക്ക് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്, ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം അവർക്ക് അറിയാം. കാരണം ഇവരാണ് പൈസയും ആയുധവും കൊടുക്കുന്നത്. എന്നിട്ട് ഇവരെ 3 പേരെ ആരാ ഉപയോഗിക്കുന്നത്? ഈ പറയുന്ന ആരെ അടിക്കാനാ? ഇസ്രായേലിനെ അടിക്കാൻ. അപ്പൊ അന്നേ നോട്ടം വെച്ചിട്ടുണ്ട്, അന്നേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഉടനെ തന്നെ പണി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടാണ് വ്യോമപാതകളെല്ലാം അടച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ ഇസ്രായേലിന്റെ ഇതിന് കുറച്ച് മാസം മുമ്പ് ഇസ്രായേലിന്റെ പ്രസിഡന്റ് അതിന്റെ മണ്ടയ്ക്കൂടെ പറക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മണ്ടയ്ക്കൂടെ പറക്കാൻ പറ്റത്തില്ല. ആരെ? തുർക്കിയുടെ. അതിന് ഇപ്പൊ ശേഷം വ്യോമപാതകൾ അടച്ചിരിക്കുകയാണ്, തുറമുഖങ്ങൾ അടച്ചിട്ടുണ്ട്. തുറമുഖങ്ങൾ അടയ്ക്കുന്നത് കൊണ്ട് ഈ പറയുന്നത് പോലെ ചരക്ക് ഗതാഗതത്തിന് ഇസ്രായേലിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാ രീതിയിലും ഇപ്പം ഇതെല്ലാം അടച്ചിട്ടുണ്ട്. ഏത് സമയവും ട്രംപിനെ കണ്ടു എന്നാണ് നമുക്ക് കിട്ടുന്ന ഉദാഹരണം. ഞങ്ങളെ അടിക്കാൻ സാധ്യതയുണ്ട്, അതിനുവേണ്ടി അടിക്കുമെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അടി മേടിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പാകിസ്ഥാനും കിട്ടുന്നത്. കാരണം ഇതിനകത്ത് ഇവർക്ക് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത് തീർത്ത് കൈകാര്യം ചെയ്ത് പോയേ ഒക്കത്തുള്ളൂ. പിന്നെ അവർ ചില ലക്ഷ്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഹമാസിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഗസ പിടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ അവിടെ ചില കോറിഡോറുകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കോറിഡോർ ഈജിപ്തിന് ഇങ്ങോട്ട് കയറാൻ ഇവരന്മാരെല്ലാം ഇവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതേ രീതിയിലേക്കുള്ള ഒരു ഇതുണ്ട്. അതെല്ലാം പിടിച്ചെടുത്ത് ഹമാസിനെ പൂർണ്ണമായിട്ടും തുരത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കവും, അല്ലെങ്കിൽ പ്രോക്സികളെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നീക്കവും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് അവർക്ക് ആദ്യത്തെ പ്രശ്നം ഹമാസ് തന്നെയാണ്. ഈ ഹമാസിനെ സംരക്ഷിക്കുന്നതിനും ഈ പറയുന്ന ഖത്തറിൽ നിന്ന് അടി കൊടുത്തു. ഖത്തർ ഇപ്പം അതിനുശേഷം ഖത്തറിന് കിട്ടിയ അടി എന്ന് പറഞ്ഞാൽ ഇറാന്റെ കയ്യിൽ നിന്ന് കിട്ടി, ഇപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടി. അപ്പൊ ഇത് വീണ്ടും മേടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കം നല്ലൊരു തീരുമാനം. ഇവർ പറയുന്ന ആരോടാ പരാതി പറയുന്നതെന്ന് പ്രിയൻ അറിയാവോ? കമ്മിറ്റി എല്ലാം കൂടിയിട്ട് ഞങ്ങൾ അടിക്കും തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആരോടാ പരാതി പറഞ്ഞത്? അമേരിക്കയോട് പരാതി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവർ രണ്ടും കൂടെ ഒന്നിച്ച് നിൽക്കുക. ഒന്നിച്ച് നിന്നേ ഒക്കത്തുള്ളൂ. നമ്മൾ വിചാരിക്കും അമേരിക്ക വലിയ രാജ്യം, ലോകത്തെ വലിയ സൈനിക ശക്തിയെ, ലോകത്തെ സമ്പന്ന രാജ്യം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇസ്രായേലിനെ അമേരിക്കയെ വേണ്ടി വന്നാൽ, പക്ഷെ അമേരിക്കക്ക് ഇസ്രായേലിനെ വേണം. ഇതൊരു വല്ലാത്ത ലോകത്ത് എല്ലാവർക്കും അറിയാവുന്നവർക്ക് അറിയാവുന്ന ഒരു നഗ്നസത്യം. അപ്പം ഇസ്രായേൽ ഒന്ന് മാറിയാൽ സാമ്പത്തികമായിട്ടും അമേരിക്ക തകരും, ടെക്നോളജി തകരും, പല കാര്യങ്ങളും തകരും. അവിടുത്തെ വലിയ ബിസിനസ്സുകാരും അല്ലെങ്കിൽ അവരുടെ ബാക്ക് ബോൺ ഒക്കെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഇതേ രീതിയിൽ കരുതുന്നതും കാര്യങ്ങളും നടത്തുന്നതും. അപ്പൊ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഹമാസിനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അവസരം വന്നാൽ അടിക്കാൻ സാധ്യതയുള്ളതും, ഏതവസരത്തിലും ഇതുപോലെ ഇസ്രായേലിന് എതിരെ വരുന്ന നീക്കങ്ങൾ മൊത്തം നേതൃത്വം കൊടുത്തിട്ടുള്ളതായിട്ട് തുർക്കിയാണ്. അതുപോലെ തന്നെ പലവട്ടം മുങ്ങി പണ്ടേ സ്കെച്ച് ചെയ്തിരുന്ന പാകിസ്ഥാൻ. ഇതിനുശേഷം പാകിസ്ഥാനെ കൈകാര്യം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തുർക്കിയും പാകിസ്ഥാനും ഈ പറഞ്ഞ ഇസ്രായേലിന്റെ കണ്ണിലെ കരടാണ്. അതുപോലെ തന്നെ നമുക്കറിയാലോ, നമ്മുടെ എന്നും ശത്രുവാ പാകിസ്ഥാൻ. അതുപോലെ നമുക്കൊരു പ്രശ്നം വന്നപ്പോൾ
നമ്മൾക്കൊരു വിഷയം വന്നപ്പോൾ നമ്മളെ പുറകിൽ നിന്ന് കുത്തിയവനായി തുർക്കി, നമ്മൾ ആവശ്യത്തിന് സഹായിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ ഇവരെല്ലാം കൂടെ ഒരു ആലോചന ഒരടിയും ഒക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നാറ്റോ രാജ്യം എന്നും പറഞ്ഞിട്ട് വരിയായിരിക്കും കിട്ടത്തില്ല. നാറ്റോ രാജ്യമൊക്കെ കാര്യം ശരിയാ, ഉമാര് കയറി അടിക്കുകയും ചെയ്യും. അടി കഴിഞ്ഞിട്ട് ട്രംപ് വന്നിട്ട് അയ്യോ അടിക്കായിരുന്നു, ഞാൻ അവിടുന്ന് ഇനി പറഞ്ഞേക്കും അടിക്കരുത് കേട്ടോ, എന്തായാലും നട്ടം വല്ലതും വന്നു അപ്പോ അങ്ങ് ക്ഷമിക്കാറ്, ഇനിയിപ്പോ കൂടുതൽ വഴക്കിന് നിൽക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു കാര്യവും പറഞ്ഞിട്ട് തുർക്കിയെ സമാധാനം പിടിച്ചിട്ട് ഈ ട്രംപ് അങ്ങ് പോകും. ഇസ്രായേലിന്റെ അടുത്ത് ഇത് വല്ലതും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒന്നുമില്ല പ്രിയ, എത്ര ആലോചിച്ചാൽ മതി. ഇപ്പം അവർക്ക് നിലനിൽക്കണമെങ്കിൽ അവർക്ക് ഇതെല്ലാം നാല് വഴിക്കും നോക്കി, നാല് വഴിക്കും ശത്രുക്കൾ, ആരും സഹായിക്കാനില്ല. ഈ അവരുടെ ബലം കൊണ്ടും അവരുടെ കരുത്ത് കൊണ്ടും അവരെ തൊട്ടാ പണി മേടിക്കും എന്നുള്ളത് കൊണ്ടും അല്ലെങ്കിൽ എവിടെ ഇരുന്നാലും അടി മേടിക്കും എന്നുള്ളത് കൊണ്ടും അവരെ മാറ്റി നിർത്തി ഒരു തീരുമാനം എടുക്കാൻ ഇന്ന് ലോകക്രമത്തിലുള്ള രാജ്യങ്ങൾക്കൊന്നും സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇസ്രായേലിന്റെ അടുത്ത് ആരും പണിയാൻ ചെല്ലാത്തത്. അല്ലാതെ സ്നേഹം കൊണ്ടൊന്നുമല്ല. നമ്മുടെ അടുത്ത് ഇപ്പൊ പണിയാൻ വരുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഇപ്പൊ കോംപ്രമൈസിന് വരുന്നുണ്ട്. അപ്പൊ അവരുടെ ബലം കൊണ്ട്. അപ്പൊ അവർക്ക് അങ്ങനെ നിന്നേ മതിയാവത്തില്ല. അവരുടെ നിലനിൽപ്പ്, കാരണം അവരെ തീർത്താൽ മാത്രം ഈ പറയുന്ന സ്വർഗത്ത് പോയി ഹൂത്തികളുടെ കൂടെ കഴിയാമെന്ന് വിചാരിക്കുന്ന രാജ്യങ്ങളായി വട്ടം കിടക്കുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന അനങ്ങുന്നതും അനങ്ങാതിരിക്കുന്നതുമായിട്ടുള്ള മുസ്ലിം രാജ്യങ്ങളുടെ എല്ലാം മാനസികാവസ്ഥ ഇതൊക്കെ തന്നെ. അപ്പൊ അതവർക്കറിയാം, അവരതിനു വേണ്ടിയുള്ള കാര്യം ചെയ്യും. അപ്പം ഇത് ഖത്തറിന് അടി കൊടുത്തു, ഖത്തർ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ഇനിയും ഹമാസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നാൽ ഖത്തർ വീണ്ടും അടിമേടിക്കും. എത്ര കമ്മിറ്റി കൂടിയാലും അടിമേടിക്കും. ഈ കമ്മിറ്റി കൂടുന്നതിന് താല്പര്യം എടുത്തതും എടുത്തിയാടിയതും എതിരെ സംസാരിച്ചതും ഇതുവരെ സഹായിച്ചുകൊണ്ടിരുന്നതുമായിട്ടുള്ള രണ്ട് രാജ്യവും തുർക്കി അവസരം കിട്ടി അടിക്കാൻ വേണ്ടിയിരിക്കും. നേരത്തെ അവർ അടിച്ചിട്ടുണ്ട്. തുർക്കിയൊക്കെ ഡയറക്റ്റ് ഒന്നും അടിക്കത്തില്ല. ഏതാ അടിക്കാൻ വന്നു പറഞ്ഞാൽ ആയുധപ്പുര അടിക്കും. ഇവിടെ കൊടുക്കുന്ന ഡ്രോണിന്റെ ആയുധപ്പുര അടിക്കും, വ്യോമത്താവളങ്ങൾ അടിക്കും. കാരണം അവിടെ ഇപ്പൊ അവിടെ അടിച്ചതല്ല, അല്ല സിവിലിയൻസിന് കുഴപ്പം വരുന്ന രീതിയിൽ. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ കയറി അടിക്കും. പാകിസ്ഥാനിൽ കയറി അടിച്ചാലും ഈ പറയുന്ന പോലെ ഒന്ന് ആണവായുധം ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെയൊക്കെ അടി അറിയാമല്ലോ, കിട്ടിയവനൊക്കെ നല്ല വൃത്തിയായിട്ട് അറിയാം, ചോദിച്ചു നോക്കിയാൽ മതി. അപ്പം ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഏതായാലും തുർക്കി വ്യോമപാതയൊക്കെ അടച്ച് ട്രംപിന്റെ അടുത്ത് എന്ന് പറഞ്ഞ് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ട്രംപ് മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറയാമെന്ന് പണ്ട് ഇറാൻ ഇതുപോലെ പറഞ്ഞതിന്റെ പിറ്റേന്നാ ഇറാന്റെ തലയ്ക്ക് കൊണ്ട് നമ്മൾ ബോംബ് വെച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.